നമ്മുടെ നിയമങ്ങളൊക്കെ ഒന്ന് മാറണ്ടേ? നമ്മുടെ നിയമങ്ങൾ പലതും മാറണം. ആറ്റൂർക്കോണത്ത് പാവപ്പെട്ട ഒരു പാവപ്പെട്ടവൻ കറണ്ടിന് പൈസ അടയ്ക്കാനില്ല, വെള്ളത്തിന് പൈസ അടയ്ക്കാൻ. ഇപ്പൊ നമുക്കൊക്കെ അൽഹംദുലില്ലാ വെള്ളമുണ്ട്. സിറ്റിയിലൊക്കെ വെള്ളത്തിന് പൈസ കൊടുക്കണം, പാലിന് പൈസ കൊടുക്കാനില്ല, പത്രത്തിന് പൈസ കൊടുക്കാനില്ല, ഭക്ഷണത്തിന് പൈസ കൊടുക്കാനില്ല, ഒന്നുമില്ല. കയറി കിടക്കാടോ ഇല്ല. എന്താ ഇപ്പൊ ചെയ്യാ? അവൻ ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി മോഷ്ടിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ, അല്ലെങ്കിൽ പോകുന്ന ആരെങ്കിലും ഒന്ന് കുത്തിമലർത്തിയാൽ എന്നെ പിടിച്ചുകൊണ്ട് നേരെ പോകും പൂജപ്പുര പോയാൽ പാലിന് പൈസ കൊടുക്കണ്ട, മുട്ടയ്ക്ക് പൈസ കൊടുക്കണ്ട, പത്രത്തിന് പൈസ കൊടുക്കണ്ട, കറണ്ടിന് പൈസ കൊടുക്കണ്ട, വെള്ളത്തിന് പൈസ കൊടുക്കണ്ട. നല്ല ഭക്ഷണം കിട്ടും. പണ്ടാണ് ഉണ്ട, ഇപ്പൊ നല്ല ബിരിയാണിയാ കൊടുക്കുന്നത്. മാത്രമല്ല കൈത്തൊഴിലുള്ള അറിയുന്നവർക്ക് ചെറിയ തൊഴിലുകൾ കൊടുത്തിട്ടുണ്ട്. വാഴ കൃഷി നടത്താം, അതുപോലെ ചപ്പാത്തി കറി ഉണ്ടാക്കാം. വരുന്ന സമയത്ത്, റിലീസ് ആവുന്ന സമയത്ത് നല്ല ഒരു പൈസ കയ്യിലും ഇരിക്കും. അപ്പോ ഇവൻ ചിന്തിക്കും, എന്നാൽ ഒരു നയാ പൈസ കൊടുക്കാതെ എനിക്ക് ഉറങ്ങാനും സൗകര്യമായി, കഴിക്കാനും കിട്ടും, അവസാനം കൈ നിറച്ച് പൈസയും കിട്ടും. നമ്മുടെ നിയമങ്ങൾ ഇവിടെ ഗുണ്ടകളെ ഉണ്ടാക്കിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. അതേസമയം ഇതൊന്നും ചെയ്യാതെ മാന്യമായി ജീവിക്കുന്നവന് താങ്ങാൻ പറ്റാത്ത ഗ്യാസിന്റെ വില, താങ്ങാൻ പറ്റാത്ത കറണ്ടിന്റെ വില, താങ്ങാൻ പറ്റാത്ത ഭക്ഷണ സാധനങ്ങളുടെ വില സഹിക്കാൻ പറ്റുന്നില്ല. മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ആ നിലയിൽ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഗുണ്ടകൾ വാഴുവോ, പാവപ്പെട്ടവർ വാഴുവോ? നമ്മുടെ നാട്ടില് നിയമം യഥാർത്ഥത്തിൽ എവനെയൊക്കെ കൊണ്ടുപോയി പട്ടിണിക്കിടണം, എന്നിട്ട് ആ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടുത്തെ പാവങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. ആ നിലപാടാണ് എനിക്കുള്ളത്. യോജിക്കാം, വിയോജിക്കാം. എന്റെ വാപ്പാക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടി. അതുകൊണ്ട് എനിക്ക് പറയാമല്ലോ, എന്റെ അഭിപ്രായം. കുഴപ്പക്കാരൊക്കെ പിടിച്ച് പട്ടിണിക്കിടുക, എന്നിട്ട് ആ കൊടുക്കുന്ന ഭക്ഷണവും അവർക്ക് കൊടുക്കുന്ന ജോലിയും പാവങ്ങൾക്ക് കൊടുക്കുക. അവർ ജീവിക്കട്ടെ.